10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. നമുക്ക് പാഠം ഇവിടെ നോക്കൂ, നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് കുറച്ച് 1 2 3 4 5 എന്ന്. രണ്ടാമത് ലൈനിൽ 2 4 6 8 എന്നും അടുത്തതിൽ 1 3 5 7 9. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കണ്ടിന്യൂസ് നമ്പർ അല്ലേ, 1 2 3 4 5. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1 ആഡ് ചെയ്ത് അല്ലേ, ഒന്നാമത്തെ നമ്പറിനോട് 1 ആഡ് ചെയ്തിട്ടാണ് അടുത്ത നമ്പർ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കൂ, 1 + 1 = 2 അല്ലേ. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 2 കിട്ടി. ദെൻ 2ൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. രണ്ടാമത്തെ ലൈനിൽ നോക്കുകയാണെങ്കിൽ 2 4 6 8 നമ്മൾ 2 ആഡ് ചെയ്യണം. എല്ലാ നമ്പറിൻ്റെ കൂടെയും 2 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് നമ്പർ വരുന്നത്. മൂന്നാമത്തേൽ എങ്ങനെയാണ്, 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 5. അങ്ങനെ അവിടെയും എന്താ വന്നിരിക്കുന്നത്, മൂന്നാമത്തേലും 2 ആഡ് ചെയ്ത് വരികയാണ്. ഇതുപോലെ പ്രത്യേക രീതിയിൽ നമ്മൾ നമ്പേഴ്സ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, 1 11 21 and 31. ഈ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക, എങ്ങനെ വിശദീകരിച്ച് പറയാം. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം അവസാനം 1 ആണ് അല്ലേ. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയും. ദ നമ്പർ എൻഡിങ് വിത്ത് 1 എന്ന് പറയാം. അതല്ലെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റിമൈൻഡർ ബാലൻസ് വരുന്നത് ഏതായിരിക്കും, 1 ബാലൻസ് വരുന്നത്, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ഓരോ സംഖ്യാശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയാണോ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. ഇവിടെ 3 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ 3 ട്രയാങ്കിൾ കുറച്ച് ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇതേ പാറ്റേൺ, ഇതൊരു പാറ്റേണിലാണ് ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ പാറ്റേണിൽ അടുത്ത 3 ട്രയാങ്കിൾ നിർമ്മിക്കാൻ എത്രത്തോളം ഡോട്ട്സ് ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ഓരോ ട്രയാങ്കിളിലെയും ഡോട്ട്സിൻ്റെ നോക്കാം. ആദ്യത്തെ ട്രയാങ്കിളിൽ 3 എണ്ണം അല്ലേ, 3, പിന്നെ 6, പിന്നെ 10. ഇത് ഏത് രീതിയിലാണ് നോക്കൂ. ആദ്യത്തെ 1 + 2 3 ഡോട്ട്സ്, പിന്നെ 1 + 2 + 3 6, നെക്സ്റ്റ് 1 + 2 + 3 + 4 10. അങ്ങനെയാണ് ഈ 3 എണ്ണം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അടുത്ത 3 എണ്ണം എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5 15. അതുപോലെ 1 + 2 + 3 + 4 + 5 + 6 21. 1 + 2 + 3 + 4 + 5 + 6 + 7 28. അപ്പോൾ അടുത്ത 3 ട്രയാങ്കിളിലും 15 21 28 എന്നുള്ള ഡോട്ട്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദി സീക്വൻസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയർ, regular pentagon and so on of the regular polygons from the following sequence. ഒരു റെഗുലർ പോളിഗൺസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം, അതായത് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡാണ്, സ്ക്വയറിന് 4 സൈഡാണ്, പെൻറ്റഗൺ 5 സൈഡാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റെഗുലർ പോളിഗൺസിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അകക്കോണുകൾ, അതുപോലെ സം ഓഫ് ഔട്ടർ ആംഗിൾ പുറം കോണുകളുടെ തുക, ആൻഡ് ഇന്നർ ആംഗിൾ ഒരു അകക്കോണിൻ്റെ അളവ്, ആൻഡ് ഔട്ടർ ആംഗിൾ പുറം കോണിൻ്റെ അളവ്. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n - 2 × 180 ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിളിന് എത്ര സൈഡാണുള്ളത്, 3 സൈഡ്. 3 - 2 × 180
അപ്പോൾ ആൻസർ 180 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ അകകോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതുപോലെ സ്ക്വയറിന് 4 സൈഡാണ്. അപ്പോൾ 4 - 2 × 180. അപ്പോൾ 4 - 2 2 ആണ്. 2 × 180 360. സ്ക്വയറിൻ്റെ അകകോണുകൾ ഇന്നർ ആംഗിൾ സം ആണ്, ടോട്ടലാണ് 360. അതുപോലെ പെൻറ്റഗൺ 5 സൈഡുള്ളതിന് 540 ആണ്. ഹെക്സഗൺ 6 സൈഡുള്ളതിന് 720 ആണ്. ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് n - 2 × 180 ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം, അതായത് പുറം കോണുകളുടെ തുക. ഏതൊരു റെഗുലർ പെൻറ്റഗൺ എടുത്തോട്ടെ, അതിൻ്റെ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആയിരിക്കും. എത്ര സൈഡുള്ളതാണെങ്കിലും അതിൻ്റെ പുറം കോൺ എത്രയായിരിക്കും, അതായത് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. ഇനി നോക്കുക ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു ആംഗിളിൻ്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അതായത് ആകെ കോണിൻ്റെ തുക ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. ഇതിൽ ട്രയാങ്കിൾ ആണല്ലേ. ട്രയാങ്കിളിൻ്റെ നമ്മൾ എത്രയാണ് കിട്ടിയത്? ടോട്ടൽ തുക കിട്ടിയത് 180 ആയിരുന്നു. ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 180 ഡിവൈഡ് ബൈ 3 അതെത്രയാണ്? 60. അതായത് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ സ്ക്വയറിൻ്റെ 360 ആയിരുന്നു സമ്മ് കിട്ടിയത്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും. ഒരു ആംഗിളിൻ്റെ അളവ് 90 ആണ്. പെൻറ്റഗൺ അതുപോലെ 108 ഡിഗ്രിയാണ്. ഹെക്സഗൺ 120 ഡിഗ്രി. ഒരു പെൻറ്റഗണിൻ്റെ പുറം കോണിൻ്റെ അളവ്, ഒരു പുറം കോണി അല്ലെങ്കിൽ ഔട്ടർ ആംഗിളിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരെണ്ണം നമ്മൾക്കറിയാം ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും, അതായത് പുറം കോണും അകക്കോണും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം എന്നുള്ളത് റൂളാണ്. അത് നമ്മൾക്കറിയാം അല്ല. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടുമ്പോൾ 180. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ അകക്കോണിൻ്റെ അളവ് ഇന്നർ ആംഗിളിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 180യിൽ നിന്നും ഇന്നർ ആംഗിളിൻ്റെ അളവ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. വേറെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് പുറം കോണിൻ്റെ തുക എന്ന് പറയുന്നത് 360 ആണ് എന്നറിയാം, 360 ആണെന്നറിയാം. അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആംഗിളിൻ്റെ, ഒരു ഔട്ടർ ആംഗിളിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് 180ൽ നിന്നും ഒരു ഇന്നർ ആംഗിൾ 60 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 180ൽ നിന്നും 60 കുറച്ചാൽ നമുക്ക് 120 കിട്ടും. അതുപോലെ തന്നെ ഔട്ടർ ആംഗിളിലെ സം എന്ന് പറയുന്നത് എത്ര? 360 ആണ്. 360ൽ നിന്നും എത്ര സൈഡ്? ട്രയാങ്കിളിന് 3 സൈഡ്, അത് ഡിവൈഡ് ചെയ്താലും 120 കിട്ടും. അതുപോലെ സ്ക്വയർ എന്ന് പറയുന്നത് 180 - 90 ചെയ്താൽ 90 ഡിഗ്രി കിട്ടും. അതുപോലെ പെൻറ്റഗൺ എന്ന് പറയുന്നത് 180ൽ നിന്ന് 108 കുറച്ചാൽ 72. ഹെക്സഗൺ 180ൽ നിന്ന് 120 കുറച്ചാൽ 60 കിട്ടും. പെൻറ്റഗണിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് നമ്പർ ഓഫ് സൈഡ്സ് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 72. അതുപോലെ ഹെക്സഗൺ 6 സൈഡാണ്. 360 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 60 കിട്ടും. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്താലും ഒരു ആൻസർ തന്നെയാണ്, രണ്ടും കറക്റ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക എന്നതാണ്. നോക്കാം നമുക്ക്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 നമുക്കറിയാം. ഇതിൽ നോക്കാം, നമുക്ക് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 6 9 12 ഇതൊക്കെയാണ് 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം അല്ലേ, 1 വരണം. അപ്പോൾ എന്തായാലും 1 വരും, കാരണം 1 എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വരും?
റിമൈൻഡർ 1 വരും. അടുത്തത് 3ൻ്റെ കൂടെ നമുക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 4 വരും അല്ലേ. 4ൽ നിന്നും 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ആൻസർ 1 വരും, റിമൈൻഡർ 1 വരും. അതുപോലെ 6നോട് +1 ആഡ് ചെയ്യുക. അതുപോലെ 9നോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ഈസ് 1, 4, 7, 10 എക്സെട്ര. അതുപോലെ റിമൈൻഡർ 2 വരുന്നത് 3ൻ്റെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം 3, 6, 9 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുമ്പോൾ 2 ഓൾറെഡി വരും. കാരണം 2 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 എന്ത് ചെയ്യും? റിമൈൻഡർ 2 തന്നെ വരും. ആൻസേഴ്സ് വരുന്നത് 2, 5, 8, 11 എക്സെട്ര. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other way. 1ലും 6ലും അവസാനിക്കുന്ന നമ്പറുകളുടെ സീക്വൻസ് എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് 1ലും 6ലും അവസാനിക്കുന്ന നമ്പേഴ്സ്. നമ്പർ എൻഡ് വിത്ത് 1 or 6 is 1, 6, 11, 16, 21, 26 എക്സെട്ര. ഇതൊന്നും അങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതാം. ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദിസ് ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് ഗീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ വിത്ത് 5. 2. ദിസ് ഈസ് സീക്വൻസ് ഇൻ വിച്ച് ഫസ്റ്റ് ടേം ഈസ് 1 ആൻഡ് 5 ഈസ് റിപ്പീറ്റഡ്ലി ആഡഡ്. ഇവിടെ കുറച്ച് ട്രയാങ്കിൾസ് കൊടുത്തു നോക്കും. ദ ഫസ്റ്റ് പിക്ചർ ഷോ ദ ഇക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സ്മോളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് കട്ട് ഓഫ്. ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 ട്രയാങ്കിൾ ഇൻ ഫസ്റ്റ് പിക്ചർ. ദ തേർഡ് പിക്ചർ ഷോ ദ സെയിം തിങ് ഡൺ ഓൺ ദ സെക്കൻഡ് പിക്ചർ. അതായത് ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടി മാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണങ്ങൾ വെട്ടി മാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്താണ് മൂന്നാമത്തെ ചിത്രം. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങൾ ഉണ്ട്? നെക്സ്റ്റ് ടേക്ക് the area of the whole uncut triangle as 1. Compute the area of the small triangle in each picture. ഒന്ന് വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിൻ്റെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? അടുത്തത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേം ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ്. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളുടെയും ആദ്യത്തെ 5 സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.